സ്വപ്നം തോന്നിയത് മാത്രമല്ല, ഞാനൊരു വെറും ഒരു എന്നാണ്ട് ഇതിൻ്റെ അകത്തൊരു പ്രതിബിംബം മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു എന്താണ് ഈ ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഇതേപോലെ ഒരു കാർ, ഇതല്ല ഇതിലും വലിയ കാറുകൾ എത്താൻ പറ്റും. അതിനെന്താ വേണ്ടത്? ഡ്രീമിനെ പവർഫുൾ ആക്കുക, എഴുതി വെക്കുക, ചുമരിൽ ഒട്ടിച്ചു വെക്കുക, ഡെയിലി വിഷ്വലൈസ് ചെയ്യുക, കാണുന്ന ആൾക്കാരോടൊക്കെ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു പഠിക്കുന്നത്. ഇത് തീർന്നില്ല, ഇനിയും വണ്ടി വരും. അത് സാധ്യമാകുന്ന ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും ഇന്ന് തന്നെ സീരിയസ് ആയി, കാരണം നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം ഇൻവോൾവ് ചെയ്തിട്ട് ജോലി ചെയ്യാം. രാവിലെ 8 മണിക്ക് അവിടെ പോകാൻ കഴിഞ്ഞാൽ 8 മണിക്ക് പോകാൻ പറയും, അല്ലേ? 9 മണിയാണ് 9 മണിക്ക് പോകണം. വൈകിട്ട് 5 മണിക്ക് വരാൻ പറ്റേണ്ട 5 മണി വരെ നമ്മൾ ഇവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എത്രമാത്രം പ്രഷറിൽ അവർ ചിരിച്ചോണ്ടിട്ട് നിൽക്കുന്നതെന്ന് അറിയാം. അവരോട് ചോദിച്ചാൽ അറിയാം ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ടെൻഷൻ. അപ്പോൾ എല്ലാ മേഖലയിലും എല്ലാ പ്രഷറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എൻജോയ് ചെയ്ത് ആ പ്രൊഫഷണൽ വേയിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ 6 മണിക്ക് മിറാക്കിൾ മോർണിംഗ് അറ്റൻഡ് ചെയ്യാം. അത് നമുക്ക് നല്ലൊരു എനർജി ക്രിയേറ്റ് ചെയ്യും. അവിടെ നമുക്ക് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്, ഡെയിലി എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് നമ്മളുടെ നോളജ് വർദ്ധിപ്പിക്കും. നേരത്തെ ജിഷ്ണ മാം പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിനോ എന്നറിയില്ല, ഞാൻ ജോയിൻ ചെയ്ത അന്ന് മുതൽ തിരുവനന്തപുരം വരെ അന്ന് നമുക്ക് ഫിസിക്കൽ മീറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എല്ലാം പഠിക്കാൻ പറ്റിയത്. ഹൈദരാബാദിലും അഹമ്മദാബാദിലൊക്കെ പോയി അറ്റൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നോളജ് ഉണ്ടാക്കിയത്. ഇതിനെപ്പറ്റി ഈ ബിസിനസ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് വിജയിക്കാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് കണ്ണൂർ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ബസ് കയറി എത്തില്ല. കണ്ണൂർ ബോർഡിലെ ബസ് നോക്കിയാലേ കയറാൻ പറ്റും. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്റിംഗ് വളരെ ഉണ്ട്. അപ്പോൾ മിറാക്കിൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് അതിന് മെഡിറ്റേഷൻ ചെയ്തു, പിന്നെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം, ചായ കുടിച്ച് ഫ്രഷായി ഒരു 8 മണിക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാം. തിരിച്ചു വരുന്നതിന് മുന്നേ ഒരു ദിവസം ഒരു 5 പ്ലാനെങ്കിലും കാണിച്ചു കൊടുക്കുക. അവർ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, 5 പേരോട് ഈ അവസരം ഷെയർ ചെയ്യുക. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് അവരോട് ഷെയർ ചെയ്യുക. അതിൽ ഉറപ്പായിട്ട് 1 or 2 പേര് നിങ്ങളുടെ കൂടെ സൈനപ്പ് ചെയ്യും. അത് മതി ഈ ബിസിനസ്സിൽ. ഒരാളെങ്കിലും നിങ്ങൾ ഡെയിലി സൈനപ്പ് ചെയ്യിക്കുകയും അവരെ നിങ്ങൾക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് 30 പേരുണ്ടാവും. ഇത് മതി. നമ്മളെ വിജയിക്കാൻ 6 പേര് മതി. ഈ ഓർഗനൈസേഷൻ 6 പേരെ വിജയിച്ച് കഴിഞ്ഞാൽ BUCD ലെവലിലുള്ള എല്ലാ ഇൻകം 9 തരത്തിലുള്ള ഇൻകം നേടാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുക. എല്ലാ മീറ്റിങ്ങുകളും നാളെ മോർണിംഗിൽ നമുക്കൊരു സ്പെഷ്യലി ഇത്രയും ലീഡേഴ്സിൻ്റെ നമുക്കൊരു സെഷൻ വരുന്നുണ്ട്. അത് തലശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും അവിടെ പങ്കെടുക്കുക. അതേപോലെ തന്നെ മെഗാ ഇവന്റ് വരുന്നു. നേരത്തെ ജിഷ്ണ മേഡം അതേപോലെ തന്നെ പലരും പറഞ്ഞു FRE അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പലതും നേടിയത്. FRE വരുന്ന അടുത്ത മാസം, ഏപ്രിൽ മാസങ്ങളിൽ. അതൊക്കെ നമുക്ക് അവിടെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, യാത്ര ചെലവും അവിടുത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ചെലവുകൾ ഉണ്ടാവും. പക്ഷേ അത് നിങ്ങൾക്ക് അവിടെ നിങ്ങളൊരു 5000 രൂപയോ 10000 രൂപയോ നിങ്ങൾ ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എത്ര 0 ചേർത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അത് ഗ്യാരണ്ടിയാണ്. ഞാനൊരു FRE അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് വെസ്റ്റീജിൽ ഇവിടെ സീരിയസ് ആയിട്ട് ഈ കാർ മീറ്റിങ്ങുകളും മിസ് ചെയ്യാതിരിക്കുക. അപ്ലൈനുമായിട്ട് സബ്മിഷനിൽ എത്തിക്കുക. എന്താണ് അപ്ലൈൻ പറയുന്നത് അത് 100% ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും.